പശ്ചിമ ബംഗാളിൽ നഴ്സിന് നേരെയും 13 വയസ്സുകാരിക്ക് നേരെയും ലൈംഗിക അതിക്രമങ്ങൾ. സർക്കാർ ഉടമസ്ഥതയിലുള്ള ആരോഗ്യ കേന്ദ്രത്തിലാണ് നഴ്സിന് നേരെ ചികിത്സയ്ക്കെത്തിയ രോഗി മോശമായി പെരുമാറിയത്. വിശദാംശങ്ങളുമായി സ്വാതി സന്തോഷ് ചേർന്നു ദില്ലിയിൽ നിന്നും. സ്വാതി, നിലവിൽ കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് കൊൽക്കത്ത സാക്ഷ്യം വഹിക്കുന്നത്. പശ്ചിമ ബംഗാൾ ഒന്നാകെ, രാജ്യം ഒന്നാകെ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് വീണ്ടും ലൈംഗികാതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് സംഭവം? വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ കൊൽക്കത്തയിൽ PG ട്രെയിനി ഡോക്ടറുടെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും സ്ത്രീകൾക്കെതിരായ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ബംഗാളിലെ ബിർഭൂം ജില്ലയിലെ ഇളം ബസാറിലാണ് സർക്കാർ ഉടമസ്ഥയിലുള്ള ആരോഗ്യ കേന്ദ്രത്തിലെ ഒരു നേഴ്സിന് നേരെ ചികിത്സ തേടിയെത്തിയ രോഗി മോശമായി പെരുമാറിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. കനത്ത പനിയെ തുടർന്നായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് സലൈൻ നൽകാനായി എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. മോശമായി ഈ നഴ്സിന്റെ ശരീരത്തിൽ സ്പർശിക്കുകയും സാധ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, പരാതിക്കാരി വ്യക്തമാക്കുന്നത് മതിയായ സുരക്ഷയില്ലാത്ത ആശുപത്രികളിൽ തങ്ങൾക്ക് ജോലി ചെയ്യാൻ ഭയമാണ് എന്ന തരത്തിലൊക്കെയും ആ പരാതിക്കാരി സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു സംഭവം ഹൗറയിലെ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ന്യൂമോണിയ ബാധിച്ച ചികിത്സയിലായിരുന്ന 13 വയസ്സുകാരിയാണ് ലബോറട്ടറി ടെക്നീഷ്യൻ പീഡിപ്പിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുള്ളത്. പെൺകുട്ടിയെ CT സ്കാനിങ്ങിന് വിധേയമാക്കുമ്പോഴായിരുന്നു ആശുപത്രി ജീവനക്കാരൻ അമൻ രാജിന്റെ അക്രമം ഉണ്ടായത്. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ബന്ധുക്കൾ ഓടിയെത്തുകയും പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയും എന്നാലും പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിനിഷ, അതായത് 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ അതിക്രമിച്ച ആളെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. നഴ്സിനോട് മോശമായിട്ട് പെരുമാറിയ രോഗിയെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ? കാരണം നേരത്തെയും കൊൽക്കത്ത ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം സംബന്ധിച്ചപ്പോഴൊക്കെ മമതാ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വേണ്ട കൃത്യമായ നടപടികൾ കൃത്യസമയത്ത് സ്വീകരിച്ചില്ല എന്ന വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. സുപ്രീം കോടതി വരെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന്, പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിരുന്നു മമതാ ബാനർജി. അതിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ തടയാൻ പുതിയ നിയമം കൊണ്ടുവരാൻ പറ്റുമോ എന്ന കാര്യം അന്വേഷിച്ചായിരുന്നു കേന്ദ്രമന്ത്രിക്ക് ഒരു കത്തയച്ചത്. പക്ഷെ അതിൽ കേന്ദ്രമന്ത്രി കൃത്യമായി നൽകിയ മറുപടിയിൽ പറയുന്നു, നിലവിലുള്ള നിയമം പര്യാപ്തമാണ്. 45,000-ത്തിലധികം കേസുകൾ പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് കൃത്യമായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് മമതാ ബാനർജി സർക്കാരിന് ഇന്നലെയാണ് അത്തരത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഒരു കത്ത് വന്നത്. ഇന്ന് വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ ഒരു കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് സ്വാതി സൂചിപ്പിച്ചു. മറ്റേ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചോ? എന്തൊക്കെ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്? നെയ്സുവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടും ആ പ്രതിയെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. അതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവിടെ ഈ ചുറ്റുപാടും ഉണ്ടായിരുന്ന ആളുകൾ നിർബന്ധിച്ചുകൊണ്ടും, അത് മാത്രമല്ല ആശുപത്രിയിൽ വലിയ തരത്തിലുള്ള ബഹളം ഉണ്ടാക്കിയ പിന്നാലെ മാത്രമാണ് ഈ പോലീസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നത്. അതുവരെയും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ബന്ധുക്കളും ഒപ്പം ഉണ്ടായിരുന്ന രോഗികളും അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധരാവുകയായിരുന്നു. എന്തായാലും ആ പ്രതിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ കൊൽക്കത്ത റേപ്പുമായി ബന്ധപ്പെട്ട്, കൊൽക്കത്തയിലെ ഡോക്ടർ കൊലപാതകവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് ജൂനിയർ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി ഡോക്ടർമാർ മുന്നോട്ട് പോകുമ്പോഴും അവിടുത്തെ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിന് തെളിവ് കൂടിയാണ്. അതിന് പിന്നാലെ ഇത്തരം സംഭവങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ മമതയ്ക്കെതിരെ വലിയ പ്രതിഷേധം തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. പ്രതിഷേധത്തിന്റെ മറ്റ് അക്രമ സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതും വലിയ നിരാശാജനകം തന്നെയാണ്. തൃണമൂൽ പ്രവർത്തകരും BJP പ്രവർത്തകരും, നേരത്തെ വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഇടപെടലും സംസ്ഥാനത്തെ പൂർണ്ണമായും പഴിചാരിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസത്തെ ആ കത്തിനുള്ള മറുപടിയിൽ ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇനിയൊരു ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമം ഉണ്ട്, ആ നിയമം മാത്രം മതി എന്നുള്ള തരത്തിലേക്കുള്ളൊരു നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കുന്ന അടക്കമുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നും പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിനിഷ, ശരി, സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാളിൽ നഴ്സിന് നേരെയും 13 വയസ്സുകാരിക്ക് നേരെയും വീണ്ടും ലൈംഗികാതിക്രമങ്ങൾ. 2 കേസിലെയും പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നാണ് സ്വാതി സന്തോഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.